വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ട് വാട്സപ്പിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. സാർ, ഞാൻ സാറിൻ്റെ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു WHO ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി മാത്രം നോക്കണം, തിരഞ്ഞെടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? WHO ലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ചോദ്യം ഇതാണ്. വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾ WDOMS ഇതിനകത്ത് ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ NMCയുടെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടും MBBS വിദേശത്ത് പഠിക്കുമ്പോഴുള്ള എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോയിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പല ആളുകളും ഈ ഒരു കാര്യത്തിൽ ശരിയായ തീരുമാനം എടുക്കാറില്ല. WDOMSൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്തും. പക്ഷേ അവർ വിദേശത്തൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇപ്പോൾ US-ലോ UK-ലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ USMLE പോലെ അല്ലെങ്കിൽ പ്ലാബ് പോലെയുള്ള അവരുടെ ലൈസൻസ് എക്സാമിനേഷനൊക്കെ എഴുതണം. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ WDOMSൻ്റെ വെബ്സൈറ്റിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, മറിച്ച് അവരുടെ സ്പോൺസർഷിപ്പ് നോട്ടിലും കൂടെ ഈ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലൊരു ഡിസിഷൻ എടുത്ത് വിദേശത്ത് പോയി. എന്നിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെയോ സോഴ്സ് വഴിയാണ് അവർ അഡ്മിഷൻ എടുത്തത്. എന്നെ ഇടയിലൊരു സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നീറ്റ് ക്വാളിഫൈഡ് ആവാതെയാണ് പോയത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രശ്നമല്ല, തിരിച്ചു വരാനുള്ള പ്ലാനില്ല, വിദേശത്ത് ഡോക്ടർ ആയാൽ മാത്രം മതി. പക്ഷേ അയാളുടെ തീരുമാനത്തിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. വിദേശത്തെ രാജ്യങ്ങളിൽ അപ്രൂവൽ ഉള്ളതാണോ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മറന്നുപോയി, നോക്കാൻ വിട്ടുപോയി. വലിയ അബദ്ധമാണ്. നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ, നമ്മുടെ സമയം, ഇതൊക്കെ വേസ്റ്റായി പോകുന്നൊരു ഡിസിഷനാണ്. അപ്പോൾ WDOMSൻ്റെ വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് നോട്ടിലുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. പലപ്പോഴും ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വിദേശത്തേക്കൊന്നും പോകാൻ പ്ലാനില്ല, എനിക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ മാത്രം മതി, വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഓപ്ഷനും കൂടെ അവിടെ ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നിങ്ങൾക്ക് GCCയിൽ ഉള്ള കൺട്രികളിലൊക്കെ പോകേണ്ടി വന്നു, UK-യിൽ പോകേണ്ടി വന്നു. മനുഷ്യരാണ്, എപ്പോഴും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വരും. ഇതേ കാലത്തിലൂടെയല്ല നമ്മൾ ഇനി ഭാവിയിലും സഞ്ചരിക്കേണ്ടി വരിക. അപ്പോൾ എപ്പോഴും ഒരു പ്ലാൻ B നമുക്ക് ഉണ്ടാവണം. ഇനി അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഈ FMG എക്സാം പാസ്സായില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് പാസ്സായിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിലും ഈ WDOMSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കൃത്യമായിട്ട് സ്പോൺസർഷിപ്പിൻ്റെ നോട്ടിൽ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ WDOMSൻ്റെ ഈ ഡയറക്റ്റിൽ നോക്കുക മാത്രമല്ല, ലിസ്റ്റഡ് ആയോ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, മറിച്ച് സ്പോൺസർഷിപ്പ് നോട്ടിലും കൂടെ നോക്കണം. വളരെ നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കും പേരൻസിന് പോലും ഇത്തരത്തിലുള്ള അബദ്ധം വരാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നിടത്ത് കൃത്യമായ ഒരു റിസർച്ച് അല്ലെങ്കിൽ കൃത്യമായ പ്ലാൻ നമുക്കില്ലെങ്കിൽ അപാകതകൾ വരും. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യമുണ്ട്, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. ഇനി നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേയിൽ എടുക്കുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷനായിട്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. അപ്പോൾ ഡിസിഷൻ്റെ സമയത്ത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാതെ കൃത്യമായിട്ട് ഒരു നല്ല ഡിസിഷൻ എടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഈ WDOMSൻ്റെ വെബ്സൈറ്റ് നോക്കി പോകുമ്പോഴും വരുന്ന അബദ്ധങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരാനാണ്. വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ആഴ്ചകളിലും നമ്മൾ വെബിനാറുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ടുള്ള വെബിനാറും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്.